1 മക്കബായർ 7-ാം അധ്യായം. നിക്കാനോർ യൂദായിൽ. തന്മൂലം രാജാവ് യഹൂദരെ നശിപ്പിക്കുവാനുള്ള കൽപ്പനയുമായി തൻ്റെ പ്രഗത്ഭ സൈന്യാധിപന്മാരിൽ ഒരുവനും ഇസ്രയേലിൻ്റെ ബദ്ധശത്രുവായ നിക്കാനോറിനെ അയച്ചു. നിക്കാനോർ ഒരു വലിയ സൈന്യവുമായി ജെറൂസലേമിൽ ചെന്നു. അവൻ യൂദാസിനും സഹോദരന്മാർക്കും വഞ്ചനാപരമായ ഈ സമാധാന സന്ദേശം അയച്ചു: നമ്മൾ തമ്മിൽ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങളെ സൗഹാർദ്ദപൂർവ്വം സന്ദർശിക്കുവാൻ കുറച്ചുപേരുമായി ഞാൻ വരാം. അവർ യൂദാസിൻ്റെ അടുത്തെത്തി. അവർ പരസ്പരം സമാധാന ആശംസകൾ നേർന്നു. എന്നാൽ വൈരി യൂദാസിനെ പിടികൂടുവാൻ ഒരുങ്ങിയിരുന്നു. ചതിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് നിക്കാനോർ വന്നിരിക്കുന്നതെന്ന് യൂദാസ് ഗ്രഹിച്ചു. അവൻ ഭയപ്പെട്ട് നിക്കാനോറിനെ വീണ്ടും കാണാൻ വിസമ്മതിച്ചു. തൻ്റെ തന്ത്രം പുറത്തായെന്നറിഞ്ഞപ്പോൾ അവനുമായി ഏറ്റുമുട്ടുന്നതിന് നിക്കാനോർ കഫർസലാമയിലേക്ക് പോയി. അവൻ്റെ സൈന്യത്തിലെ 500ഓളം പേർ നിലം പതിച്ചു. ശേഷിച്ചവർ നഗരത്തിലേക്ക് പലായനം ചെയ്തു. ഇത് കഴിഞ്ഞ് നിക്കാനോർ സിയോൻ മലയിലേക്ക് പോയി. ദേവാലയത്തിൽ നിന്ന് ചില പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സൗഹാർദ്ദപൂർവ്വം സ്വീകരിക്കുവാനും രാജാവിന് വേണ്ടി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ദഹനബലി കാണിക്കുവാനും വേണ്ടി പുറത്തേക്ക് വന്നു. എന്നാൽ അവൻ അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ധിക്കാരപൂർവ്വം ദുഷിച്ച് സംസാരിക്കുകയും ചെയ്തു. അവൻ രോക്ഷാകുലനായി ശബ്ദം ചെയ്തു: ഇപ്രാവശ്യം യൂദാസും സൈന്യവും എൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഞാൻ സുരക്ഷിതനായി മടങ്ങി വരുമ്പോൾ ഈ ആലയം അഗ്നിക്കിരയാക്കും. അനന്തരം അവൻ ക്രുദ്ധനായി ഇറങ്ങിപ്പോയി. ഇത് കേട്ട പുരോഹിതന്മാർ അകത്തേക്ക് കയറി ബലിപീഠത്തിനും ശ്രീകോവിലിനും അഭിമുഖമായി നിന്ന് വിലപിച്ചുകൊണ്ട് പറഞ്ഞു: അങ്ങയുടെ നാമത്തിൽ അറിയപ്പെടാൻ ഈ ആലയത്തെ അങ്ങ് തിരഞ്ഞെടുത്തു. അങ്ങയുടെ ജനത്തിന് പ്രാർത്ഥിക്കുവാനും യാചിക്കുവാനുമുള്ള ആലയമായിട്ട് തന്നെ. ഇവനോടും ഇവന്റെ സൈന്യത്തോടും പ്രതികാരം ചെയ്യുക. അവരെല്ലാവരും വാളിനിരയാകട്ടെ. അവരുടെ ദൈവദൂഷണങ്ങൾ അങ്ങ് ഓർക്കുക. അവർ ഇനി നിമിഷനേരം ജീവിക്കാതിരിക്കട്ടെ. നിക്കാനോർ ജെറൂസലേമിൽ നിന്ന് ബേത്ത് ഹോറോണിലെത്തി പാളയമടിച്ചു. സിറിയൻ പട്ടാളം അവനോട് ചേർന്നു. യൂദാസ് 3000 സൈനികരോടുകൂടി അദാസായിലും പാളയമടിച്ചു. അവൻ പ്രാർത്ഥിച്ചു. ഒരിക്കൽ രാജദൂതന്മാർ ദൈവദൂഷണം പറഞ്ഞപ്പോൾ അവിടുത്തെ ദൂതൻ 185,000 അസീറിയക്കാരെ വധിച്ചുവല്ലോ. അതുപോലെ ഇന്ന് ഈ സൈന്യത്തെ ഞങ്ങളുടെ മുൻപിൽ വെച്ച് നശിപ്പിക്കുക. നിക്കാനോർ അവിടുത്തെ ആലയത്തിനെതിരായി ദൂഷണം പറഞ്ഞുവെന്ന് എല്ലാവരും അറിയട്ടെ. അവൻ്റെ ദുഷ്ടതയ്ക്കനുസൃതമായി അവനെ വിധിക്കണമേ. ആദാർ മാസം 13-ാം ദിവസം ഇരു സൈന്യവും ഏറ്റുമുട്ടി. നിക്കാനോറിൻ്റെ സൈന്യം പരാജയമടഞ്ഞു. അവൻ തന്നെയാണ് ആദ്യം നിലം പതിച്ചത്. നിക്കാനോർ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ സൈന്യം ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. അദാസായിൽ നിന്ന് ഗസാറ വരെ ഒരു ദിവസത്തെ ദൂരം യഹൂദർ അവരെ പിന്തുടർന്നു. അപ്പോഴും യുദ്ധകാഹളം മുഴങ്ങിക്കൊണ്ടിരുന്നു. ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ പുറത്തു വന്ന് ഓടിപ്പോയ ശത്രുക്കളെ തടഞ്ഞ് അവരെ അനുധാവനം ചെയ്തിരുന്നവരുടെ നേരെ തിരിച്ചോടിച്ചു. അങ്ങനെ അവരെല്ലാവരും വാളിനിരയായി. ഒരുവൻ പോലും ശേഷിച്ചില്ല. യഹൂദർ അവരെ കൊള്ളയടിച്ചു. നിക്കാനോറിന്റെ ശിരസും അവൻ ധിക്കാരപൂർവ്വം നീട്ടിയ വലത് കൈയും ഛേദിച്ച് ജെറൂസലേമിന് തൊട്ട് വെളിയിൽ കൊണ്ടുവന്ന് പ്രദർശനത്തിന് വെച്ചു. ജനങ്ങൾ ആനന്ദ തുന്തിലരായി. ആ ദിവസം അവർ ആഹ്ലാദപൂർവ്വം കൊണ്ടാടി. ആണ്ടുതോറും ആദാർ മാസം 13-ാം ദിവസം ഇതിൻ്റെ ഓർമ്മദിനമായി ആഘോഷിക്കണമെന്ന് അവർ നിശ്ചയിച്ചു. അങ്ങനെ യൂദാദേശത്ത് കുറെ കാലത്തേക്ക് സ്വസ്ഥത കൈവന്നു. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.